ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ ഡെറിവേറ്റീവ്സിൽ വരുന്ന പ്രോബ്ലംസാണ് ചെയ്യുന്നത്. അതിൽ ഒരു ഫങ്ഷൻ y = f(x), ആ ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ y' ഓർ f'(x), അല്ലെങ്കിൽ നമുക്ക് dy/dx നൊട്ടേഷൻ കൊടുക്കാം. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്തത്, ലിമിറ്റ് h → 0 f(x + h - f(x/h) അല്ലേ. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ചെറിയ ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് കാണാം. ഇത് യൂസ് ചെയ്ത് കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡെറിവേറ്റീവ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കൂ. f(x = 1/x). 1/xൻ്റെ ഡെറിവേറ്റീവ് കാണാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ f(x) നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ f(x + h). f(x + h) = ഇവിടെ x ആണെങ്കിൽ 1/x ആണ്. അപ്പോൾ x + h ആകുമ്പോൾ 1/x + h ആവും അല്ലേ. ദെൻ by using the result f'(x) = limit h → 0 f(x + h - f(x/h), that is equal to limit h → 0 f(x + h) നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 1/x + h minus f(x) is 1/x by h. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് h → 0 x minus x + h, ഓക്കെ, by x + h into x ഹോൾ ബൈ h വരെയുണ്ട്, ബൈ h വരെയുണ്ട്. Then that is equal to limit h → 0. ഇവിടെ x - x ക്യാൻസൽ ചെയ്യാം, ബാക്കി മൈനസ് h ഉണ്ടാവും, -h ബൈ ഇവിടെ x ഇൻറ്റു x + h അല്ലേ, x × x + h ഓൾ ഡിവൈഡ് ബൈ h ആണ്. അപ്പോൾ h ഡിവൈഡ് ചെയ്യാനാണ്, h ഡിവൈഡ് ചെയ്യാനുള്ള h ഇവിടെ എഴുതാം, ഓക്കെ. അപ്പോൾ h ക്യാൻസൽ ചെയ്യാം, ബാക്കി ഇനി എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് വരും, നോക്കൂ. ന്യൂമറേറ്ററിൽ മൈനസ് മാത്രമേ ഉള്ളൂ, -1/, h 0ലേക്ക് അപ്രോച്ച് ചെയ്യണം, ബാക്കി x × x² മാത്രം. So that is the derivative of 1/x, right? -1/x². Second example നോക്കൂ. f(x) = cos x. നമുക്ക് f(x + h) f(x + h) = cos of, അല്ലേ, cos x ആകുമ്പോൾ cos of x + h എഴുതാം. ദെൻ f'(x) റിസൾട്ട് നമുക്കറിയാം, ലിമിറ്റ് h → 0 f(x + h - f(x/h). Then ഇനി that is equal to limit h → 0, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f(x + h) is cos of x + h minus cos x/h. റിസൾട്ട് യൂസ് ചെയ്യുന്നുണ്ട്, cos a - cos b. cos a - cos b നമ്മൾ കൂടി എഴുതാം. cos a - cos b = cos -2 sin of a + b/2 into sin of a - b/2 അല്ലേ. ആ റിസൾട്ട് യൂസ് ചെയ്യാണ്, cos a - cos b = ലിമിറ്റ് h → 0 -2 sin a + b/2. A means x plus h,
a minus a plus b by 2. Ready? Into sin a minus b. A means this a minus b by 2. Ready? Whole by h. That is equal to limit h tends to 0. നോക്കൂ, ഇവിടെ നമുക്ക് അറിയാവുന്ന റിസൾട്ടിലേക്ക് വരികയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് 0 സൈൻ എച്ച് ബൈ എച്ച് 1 ആണ്. അങ്ങനെ റിസൾട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പാകത്തിന് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സൈൻ, ഇവിടെ എക്സും 2x വരുന്നുണ്ട്, പ്ലസ് എച്ച് ബൈ 2 ഇൻറ്റു ഇവിടെ ലിമിറ്റ് എച്ച് ടെൻസ് 0. ബാക്കിയുള്ള വേറെ ലിമിറ്റ് കൊടുക്കുകയാണേ. ഇവിടെ ഈ ഫംഗ്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ എക്സ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ സൈൻ ഓഫ് എച്ച് ബൈ 2 മാത്രമേ ഉണ്ടാവുള്ളൂ. എച്ച് ബൈ 2 ഡിനോമിനേറ്ററിൽ എച്ച് ഉണ്ട് അല്ലേ. ഇനി ഈ -2 എഴുതിയിട്ടില്ല, മൈനസ് ഇവിടെ എഴുതാം. ഈ 2 മാത്രമേ എഴുതാം ബാക്കിയുള്ളൂ, ബാക്കിയുള്ള എല്ലാം എഴുതി. ഈ 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/1/2 ആക്കി എഴുതാം. എന്തിനാ അങ്ങനെ എഴുതുന്നത്? ഇവിടെ എച്ച് ബൈ 2 ഇവിടെ ഉണ്ട്. ഇവിടെ റിസൾട്ട് നോക്കൂ, എച്ച് ആണ്, ഇവിടെ എച്ച് ആണ്. രണ്ടും ഒരേ സ്റ്റൈലിൽ വരുമ്പോഴാണ് റിസൾട്ട് 1 ആവുക. അപ്പോൾ ഇവിടെ എച്ച് ബൈ 2 ആണെങ്കിൽ താഴെ എച്ച് ബൈ 2 വരണം. ആ എച്ച് ബൈ 2 ആക്കാൻ പാകത്തിന് 2 ഇവിടെ ഉണ്ട്, അതിനോട് യൂസ് ചെയ്യാണ്. ഇവിടെ 1/1/2 ഭാഗത്തിന് ഉണ്ടോ, ദിസ് ആക്ച്വലി 1/1/1/2 ഉണ്ടോ, 1/1/2 റൈറ്റ്. ഈ റിസൾട്ട് 1 ആവും. ഇവിടെ നോക്കൂ, ഇതിൽ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യാണ്. 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? മൈനസ് സൈൻ. ലിമിറ്റ് അപ്ലൈ ആണേ. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 ആയി. ഇതിലേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുക സൈൻ ഇവിടെ ഉണ്ട്. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. എച്ച് 0ലേക്ക് പോയില്ലേ, 2 ക്യാൻസൽ ചെയ്താൽ എക്സ് മാത്രം, മൈനസ് സൈൻ എക്സ്. സോ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഈസ് മൈനസ് സൈൻ എക്സ്. തേർഡ് എക്സാമ്പിൾ ടാൻ എക്സിന് ചെയ്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമുക്ക് എഴുതി വെക്കാം. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച്. റെഡി? സോ എഫ് പ്രൈം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ എച്ച്. then that is equal to limit h tends to 0. ഇവിടെ അപ്ലൈ ചെയ്യാം. ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ എക്സ് ബൈ എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നേരത്തെ കോസ് എ മൈനസ് കോസ് ബി അതിന് റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് അപ്ലൈ ചെയ്തു. ടാൻ എ മൈനസ് ടാൻ ബി റിസൾട്ട് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് 0. ഈ ടാനെ സൈൻ്റെയും കോസിൻ്റെയും എക്സ്പ്രഷനിലാക്കാമല്ലോ, യൂസ് ചെയ്യാണ്. ടാൻ മീൻസ് സൈൻ ബൈ കോസ്. അപ്പോൾ സൈൻ ബൈ കോസ്, സൈൻ ബൈ കോസ് മൈനസ് ഈ ടാൻ അതേപോലെ സൈൻ ബൈ കോസ് അല്ലേ. ടാൻ മീൻസ് സൈൻ ബൈ കോസ് ആണല്ലോ. ഹോൾ ഡിവൈഡ് ബൈ എച്ച്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ആണ്. സൈൻ ഇൻറ്റു കോസ് മൈനസ് കോസ് ഇൻറ്റു സൈൻ ക്രോസ് ചെയ്യണം. റെഡി? അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് തിരിച്ചിങ്ങോട്ട് കോസ് ഇൻറ്റു സൈൻ, കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ് ഹോൾ ഡിവൈഡ് ബൈ cos of x plus h into cos x. ഓക്കെ, ഹോൾ ബൈ എച്ച് ഉണ്ട്. എച്ച് ഡിവൈഡ് ചെയ്യാനാണ്. എച്ച് ഡിവൈഡ് എച്ച് വഴി എഴുതിയാൽ മതി. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് 0.
ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടെ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അവിടെ ഏതാ റിസൾട്ട്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഈ സ്റ്റൈൽ വന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ മൈനസ് ബി അല്ലേ? തേർഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്താണ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ അതേ സ്റ്റൈലിൽ എഴുതാം. സൈൻ ഓഫ് എ മൈനസ് ബി. എ മീൻസ് ഇവിടെ എൻ്റെ പൊസിഷനിൽ എക്സ് പ്ലസ് എച്ച് ആണ്. എ എക്സ് പ്ലസ് എച്ച് മൈനസ് ബി മീൻസ് എക്സ് ഹോൾ ബൈ ഇവിടെ ഉണ്ട് എച്ച് ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് അല്ലേ? ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുക സൈൻ എച്ച് ഇവിടെ ഉണ്ട്. സൈൻ എച്ച് ബൈ എച്ചിൻ്റെ റിസൾട്ട് നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ വേറെ ലിമിറ്റിൻ്റെ എക്സ്പ്രഷനിൽ മാറ്റാണ്. ബാക്കിയുള്ളത് മറ്റൊരു ലിമിറ്റാക്കി മാറ്റുകയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് 0. ഡിനോമിനേറ്ററിൽ ബാക്കിയൊന്നുമില്ല ഇനി. ബൈ സൈൻ എച്ച് ഇവിടെ എടുത്തല്ലോ. ഇവിടെ ഉണ്ടാവുക കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഡിനോമിനേറ്ററിൽ എച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ റിസൾട്ട് 1 ആവും. നേരത്തെ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ 1 ബൈ എച്ചിൻ്റെ വാല്യൂ 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ കോസ് എക്സ് മാത്രമായിരിക്കും. ഇവിടെ കോസ് എക്സ് എഗെയിൻ കോസ് എക്സ് അല്ലേ? എച്ച് 0ലേക്ക് പോകുമ്പോൾ തന്നെ എക്സ് അല്ലേ ഉണ്ടാവുള്ളൂ. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് റിസൾട്ടായി 1 ബൈ കോസ് സ്ക്വയർ. 1 ബൈ കോസ് സ്ക്വയർ. സോ ഡെറിവേറ്റീവ്സ് ടാൻ എക്സ് ഈസ് 1 ബൈ കോസ് സ്ക്വയർ. ഈ 1 ബൈ കോസ് സ്ക്വയർ നമുക്ക് സി സ്ക്വയർ എന്ന് പറയാം. സി സ്ക്വയർ എക്സ് അല്ലേ? 1 ബൈ കോസ് സ്ക്വയർ ഈസ് സി സ്ക്വയർ. സോ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് ഈസ് സി സ്ക്വയർ എക്സ്. നമുക്ക് ഈ ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് ഒന്നുകൂടി നോക്കാം. കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തും ഇപ്പോൾ ഡിസ്കസ് ചെയ്തുമായിട്ട് എല്ലാവരും ഡെറിവേറ്റീവിൻ്റെ റിസൾട്ട് ഒരുമിച്ച് എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റൻറ്റ് അല്ലേ? കോൺസ്റ്റൻറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിന് സ്ലോപ്പില്ല. സ്ലോപ്പ് 0 ആണ്. ഇവിടെ കോൺസ്റ്റൻറ്റിൻ്റെ സി എന്ന് എഴുതാം. അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി സ്ലോപ്പ് 1 ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലേ? എക്സിൻ്റെ സ്ലോപ്പ് 1 ആയിരിക്കും. സ്ലോപ്പ് 1 ആണ്. ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് വരുമ്പോഴോ? കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് വരുമ്പോൾ സി മാത്രമായിരിക്കും. സി ഇൻറ്റു എക്സ് ഈസ് സി. 5x 5 അല്ലേ? ഇനി ഒരു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവോ? എക്സ് സ്ക്വയർ 2x ആണ്. എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ അല്ലേ? അപ്പോൾ ജനറൽ ഫോം നമുക്കറിയാം. എക്സ് റേസ് 10 ആണെങ്കിൽ എന്നിന് എന്തും കൊടുക്കാം. എന്നിന് നാച്ചുറൽ നമ്പർ തന്നെ ആവണമെന്നില്ല. എന്നിന് നെഗറ്റീവ് നമ്പർ കൊടുക്കാം, പോസിറ്റീവ് ആവാം, ഫ്രാക്ഷൻ ആവാം, ഒക്കെ ആവാം. n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. ഇനി n എന്ത് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ? എക്സ് റേസ് ടു ഒരു 50 ആണെങ്കിൽ നമുക്ക് പറയാം 50 ഇൻറ്റു എക്സ് റേസ് ടു 49 നമുക്ക് എഴുതാം അല്ലേ? n മൈനസ് 1. n ഒന്ന് കുറച്ചു. 50 എന്നുള്ളത് ഇവിടെ 49 ആയി. റെഡി? ഇനി ഇതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാം. 4x റേസ് ടു 6. ഈ സ്റ്റൈലൊക്കെ ആണെങ്കിലോ ഇവിടെ 4 അവിടെ തന്നെ ഉണ്ടാവും. ഈ 4ന് ഡെറിവേറ്റീവ് 0 ആവില്ല. 4 അവിടെ തന്നെ ഉണ്ടാവും. കോൺസ്റ്റൻറ്റ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് 0 ആവുക. 5 മാത്രം കാണുമ്പോൾ ഡെറിവേറ്റീവ് 0 ആണ്. പക്ഷേ 5 ഇൻറ്റു എക്സ് ആണെങ്കിൽ ആ 5 0 ആവില്ല. ഇപ്പോൾ 4 ഇൻറ്റു എക്സ് റേസ് 6 ആണെങ്കിൽ ആ 4 ഇവിടെ ഉണ്ടാവും. പിന്നെ എക്സ് റേസ് 6 ഡെറിവേറ്റീവ് വേണ്ടി എഴുതണം. എക്സ് റേസ് 6 ഈ സ്റ്റൈൽ എഴുതുമ്പോൾ 6 ഇൻറ്റു എക്സ് റേസ് ടു 5 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ എഴുതാം 24 ഇൻറ്റു എക്സ് റേസ് ടു 5 എന്ന് എഴുതാം. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ആണെങ്കിൽ അതിൽ ഇനി ബാക്കിയുള്ളത് 1 ബൈ എക്സ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. റൂട്ട് എക്സ് ആണെങ്കിൽ റൂട്ട് എക്സ് മീൻസ് എക്സ് റേസ് ടു ഹാഫ് ആണ്. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ 1/2 റൂട്ട് എക്സ് ആണ് ഡെറിവേറ്റീവ്. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനാണെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്.
കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഇനി ടാൻ എക്സിൻ്റെത് സി സ്ക്വയർ എക്സ്. ഇനി സീക്ക് എക്സിൻ്റെത് കോട്ട് എഴുതില്ല, ബാക്കി പിന്നെ സീക്ക് എഴുതാം. കോട്ട് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇനി സീക്ക് എക്സിൻ്റെത് സീക്ക് എക്സ് ടാൻ എക്സ്. കൊസീക്ക് എക്സിൻ്റെത് മൈനസ് കൊസീക്ക് എക്സ് കോട്ടെക്സ്. ഇത്രയും റിസൾട്ടുകൾ മറിഞ്ഞിരിക്കണം. ഇതിൽ നെഗറ്റീവ് വരുമ്പോൾ എപ്പോഴാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. നെഗറ്റീവ് ഇവിടെയും ഇവിടെയും നെഗറ്റീവ് ഉണ്ട് അല്ലേ. നെഗറ്റീവ് റെഡ് കളറാക്കിയതാണ്. അപ്പോൾ മൈനസ് എന്നത് ഇവിടെ കോ ഫങ്ഷൻ വരുമ്പോഴൊക്കെ അല്ലേ, മൈനസ് കോ ഫങ്ഷൻ ആണെങ്കിൽ കോസ് കോട്ട് കൊസീക്ക് ഈ കോ ഫങ്ഷൻ വരുമ്പോഴാണ് മൈനസ് വരുന്നത് അല്ലേ. പിന്നെ ഈ രണ്ട് റിസൾട്ട് ഒരുപോലെയാണ്. ഇതിൻ്റെ റിസൾട്ട് ഒരുപോലെയാണ്, ഇതിൻ്റെ റിസൾട്ട് മറ്റൊരു സ്റ്റൈലാണ് അല്ലേ. അപ്പോൾ പെയറായി പഠിച്ചു കഴിഞ്ഞാൽ മറക്കില്ല. ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. റെഡി. ഈ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒരു വലിയൊരു ഫംഗ്ഷനാണ്. എക്സ് റേസ് ടു 100/100 to 1 വരെയുള്ള അല്ലേ. അതിൻ്റെ എഫ് പ്രൈം ഓഫ് എക്സ് കാണണം. അപ്പോൾ എഫ് പ്രൈം ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എക്സ് റേസ് ടു 100 ഡെറിവേറ്റീവ് എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. d/dx ഓഫ് എക്സ് റേസ് ടു എൻ അല്ലേ. ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n-1. ആ സ്റ്റൈലിൽ ഇപ്പോൾ ഇവിടെ സെയിം n വരും, ഒന്ന് കുറച്ച് എഴുതും. അപ്പോൾ ഇവിടെ 100 ആണെങ്കിൽ 100 ഇൻറ്റു എക്സ് റേസ് ടു 99 അല്ലേ. ബൈ 100 അവിടെ തന്നെ ഉണ്ടാവും. ബൈ 100 കോൺസ്റ്റൻ്റ് അവിടെ തന്നെ ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, കോൺസ്റ്റൻ്റ് അവിടെ തന്നെ ഉണ്ടാവും. അടുത്തതോ 99 ഇൻറ്റു എക്സ് റേസ് ടു 98 ഒന്ന് കുറച്ച് എഴുതും. ബൈ 98 അവിടെ തന്നെ ഉണ്ടാവും. പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ 2x/2. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഡെറിവേറ്റീവ് 0. എഫ് പ്രൈം ഓഫ് എക്സ് കണ്ടു. ഇനി ഇതിൽ അടുത്തൊരു പ്രൂഫ് ഉണ്ട്. എഫ് പ്രൈം ഓഫ് എക്സും എഫ് പ്രൈം ഓഫ് 1ഉം എഫ് പ്രൈം ഓഫ് 0യും കണ്ടു വെക്കണം. അപ്പോൾ എഫ് പ്രൈം ഓഫ് 0 ഈസിയാണ് അല്ലേ. എക്സിന് 0 കൊടുത്തത് 0, ഈ ടേം 0, ഈ ടേം ഒക്കെ 0, ഇതുവരെ 0. ഇതുവരെയുള്ള എല്ലാ ടേമിലും എക്സ് ഉണ്ടാവുമല്ലോ അല്ലേ. തൊട്ട് ബാക്കിൽ x³ ഉണ്ടെങ്കിൽ അതിന് ഡെറിവേറ്റീവിലും എക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടേം അടക്കം 0. അപ്പോൾ 1 ബാക്കി ഉണ്ടാവുള്ളൂ. സോ 1. ഇനി എഫ് പ്രൈം ഓഫ് 1ഓ എന്നോട് 1 കൊടുത്തു നോക്കൂ. 1 കൊടുക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഈ ടേം ഇതൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും. എത്ര 1 ഉണ്ടാവും അല്ലേ. 1 1 ഇവിടെ ഇത് എക്സ് റേസ് ടു 1 അല്ലേ. അപ്പോൾ 1 2 3 എക്സെട്ര 99. അപ്പോൾ 99 1 ഇവിടെ ഉണ്ടാവും, ഒരു 1 വേറെ ഉണ്ട്. സോ 100 1s ഉണ്ടാവും അല്ലേ. ഇനി പ്രൂഫ് നോക്കൂ. ദിസ് എഫ് പ്രൈം ഓഫ് 1 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് 100 ഈസ് ഈക്വൽ ടു ദിസ് എഫ് പ്രൈം ഓഫ് 0. ഇത് 100 ആണ്, ഇത് 1 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആവണമെങ്കിൽ ഇതിനെ 100 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സോ ദിസ് എ റിസൾട്ട്, ഹെൻസ് പ്രൂഫ്. അടുത്തത് ഈ തന്ന ഫങ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇതാണ് y ഈസ് ഈക്വൽ ടു 5 sin x പ്ലസ് sec x. അപ്പോൾ y പ്രൈം അല്ലെങ്കിൽ dy/dx ഇങ്ങനെയൊക്കെ എഴുതാം. സോ 5 sin x, sin xൻ്റെ ഡെറിവേറ്റീവ് cos x ആണ്. 5 തന്നെ ഇവിടെ ഉണ്ടാവും. ഓക്കെ. പ്ലസ് sec x ഡെറിവേറ്റീവ് sec x tan x. ഇത്രയും മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ y പ്രൈം ഈസ് ഈക്വൽ ടു ഇവിടെ 5x³ അല്ലേ. ഇപ്പോൾ 5 ഇൻറ്റു x³ ഡെറിവേറ്റീവ് എന്താ 3x². x³ 3x². അപ്പോൾ 5 ഇൻറ്റു 3 15 എഴുതാം. 15x² മൈനസ് 4x ഡെറിവേറ്റീവ് 4. -4 ആകുമ്പോൾ -4 ഉണ്ടാവും. പ്ലസ് 2 ഇവിടെ ഉണ്ട് 2. tan x ഡെറിവേറ്റീവ് c² x.
10 ഡെറിവേറ്റീവ് 0 എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒന്നുകൂടി 1 ഇറ്റ്സ് വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഇവിടെ 3 ഇൻറ്റു എക്സ് റേസ്റ്റ് 4ൻ്റെത് 4 ഇൻറ്റു എക്സ് ക്യൂബ് അല്ലേ. ഇപ്പോൾ 3 ഇൻറ്റു 4 12 എന്ന് എഴുതാം. സോ 12 എക്സ് ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 4 എക്സ് ഡെറിവേറ്റീവ് 1. പക്ഷെ ഇവിടെ വൈ പ്രൈം മാത്രം കണ്ടാൽ പോരാ, എക്സിന് -1 ആകുന്ന സമയത്തുള്ള ഡെറിവേറ്റീവ് ചോദിച്ചത് അല്ലേ. ആ പട്ടിക പോയിന്റിലെ സ്ലോപ്പാണ് ചോദിച്ചത്. സോ ഡെറിവേറ്റീവ് കണ്ടു, ഇനി -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഇനി -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 ഇൻറ്റു -1 -4 ഇൻറ്റു -1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു -12 പ്ലസ് 4 പ്ലസ് 1. അപ്പോൾ -12 പ്ലസ് 5 -7. വേറെ കുറച്ച് ടൈപ്പ് ഡെറിവേറ്റീവ്സ് നോക്കൂ. ഇവിടെ 2 ഫങ്ഷൻസ് ഉണ്ട്, കൊസീക് എക്സും കോട്ടെക്സും. ഇവിടെ 2 ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഡെറിവേറ്റീവ് കാണുന്ന രീതി നോക്കൂ. ഇവിടെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സം യു ഇൻറ്റു വി ഈ സ്റ്റൈലിലാണ് ഡെറിവേറ്റീവ് എങ്കിൽ അതിൻ്റെ എഫ് പ്രൈം ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് ഫങ്ഷൻ എഴുതി, പിന്നെ സെക്കൻഡ് ഫങ്ഷൻ ഡെറിവേറ്റീവ് എഴുതി, പ്ലസ് സെക്കൻഡ് ഫങ്ഷൻ എഴുതി, ഫസ്റ്റ് ഫങ്ഷൻ ഡെറിവേറ്റീവ് എഴുതി. ഇതാണ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേമിന് ഡെറിവേറ്റീവ് ഫസ്റ്റ്, ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഡെറിവേറ്റീവ് നോക്കൂ. ഇവിടെ വൈ പ്രൈം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കൊസീക് എക്സ് ഇൻറ്റു കോട്ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീ സ്ക്വയർ എക്സ് പ്ലസ് കോട്ട് എക്സ് ഇൻറ്റു സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് കൊസീക് എക്സ് കോട്ട് എക്സ് മൈനസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ കൊസീക്ക് ക്യൂബ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, മൈനസ് കൊസീക്ക് ക്യൂബ് എക്സ്. ഇവിടെ കോട്ടിന് സ്ക്വയർ എഴുതാം, മൈനസ് വേറെയുണ്ട്, മൈനസ് കോട്ട് സ്ക്വയർ കൊസീക്ക് എക്സ്. ഓക്കെ, ഓർക്കേണ്ട ഈ സ്റ്റെപ്പാണ്, സിംപ്ലിഫിക്കേഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഈ സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. റെഡി? ഇവിടെ നോക്കൂ, കുറച്ച് സിമ്പിളാണ്. വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് ഇൻറ്റു കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, മൈനസ് മറക്കരുത്, പ്ലസ് സെക്കൻഡ് ടേം കോസ് എക്സ് ആണ്, കോസ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് ഡെറിവേറ്റീവ് 1 തന്നെയാണ്, ഇൻറ്റു 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ ഇനഫ്. അടുത്ത് നോക്കൂ, വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഇവിടെ എക്സ് ഫസ്റ്റ് ടേം ഇൻറ്റു സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം മീൻസ് സൈൻ എക്സ് ആണ്, സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പോൾ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്, പിന്നെ -1 1 ഡെറിവേറ്റീവ് 0 അല്ലേ. ഇവിടെ +0 അല്ലെങ്കിൽ -0 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇത്രയും മതി. സോ ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ, സിംപ്ലിഫൈ ചെയ്യാൻ ഇതിലൊന്നുമില്ല, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ഇത്രയും മതി. ഓക്കെ, ഈ പ്രോബ്ലംസ് നോക്കൂ, ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് നോക്കൂ. ഇവിടെ നേരത്തെ പറഞ്ഞ അതേ സ്റ്റൈൽ തന്നെയാണ് പ്രൊഡക്റ്റ് ആക്കിയിട്ടുള്ളത്. ഇനി ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ അതും ചെയ്യാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആക്കി അങ്ങനെ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, എഴുതേണ്ട ആവശ്യമില്ല. -2x ഡെറിവേറ്റീവ് -2 പ്ലസ് സെക്കൻഡ് ടേം 1 - 2x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇവിടെയും 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആവും, 3x ഡെറിവേറ്റീവ് 3 ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ -2 -6x, ഇവിടെ +3 -6x. സോ -12x + 1 -12x. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ,
ഇവിടെ പ്രൊഡക്റ്റ് സ്റ്റൈലാണ്, പക്ഷെ ഇവിടെ കോഷ്യൻ്റ് സ്റ്റൈലാണ്. അപ്പോൾ നേരത്തെ പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞ പോലെ കോഷ്യൻ്റ് റൂൾ എങ്ങനെയാണ്? അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു യു ബൈ വി സ്റ്റൈലാണെങ്കിൽ, നേരത്തെ യു ഇൻറ്റു വി ആയിരുന്നു, ഇവിടെ യു ബൈ വി സ്റ്റൈലാണെങ്കിൽ എഫ് പ്രൈം ഓഫ് എക്സ് എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് ചെയ്തതിൻ്റെ വി ആണ്, ഡിനോമിനേറ്റർ ആദ്യം എഴുതണം, എന്നിട്ട് യുവിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, പിന്നെ മൈനസ് ആണ്, നേരത്തെ പ്ലസ് ആയിരുന്നു, ഇതിൽ മൈനസ് ആണ്. പിന്നെ ന്യൂമറേറ്റർ ടേം എഴുതി, ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് അല്ലേ, തിരിച്ച് ബൈ വി സ്ക്വയറും കൂടി ഉണ്ടാവും. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ആ സ്റ്റൈലിൽ നോക്കൂ, വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് ടാൻ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ് മൈനസ്, ഇനി ന്യൂമറേറ്റർ ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് 1 ആണ് ബൈ എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ഈ വണ്ണിൽ ഒഴിവാക്കിയാൽ മതി, ഓർമ്മൊന്നും ചെയ്യാനില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതും അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് എക്സ് ഡെറിവേറ്റീവ് 1 ആണ്, 2 ഡെറിവേറ്റീവ് 0, ഇതിൻ്റെ ആവശ്യമില്ല, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു താഴെയും ഡെറിവേറ്റീവ് 1 ഉള്ളൂ ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതിൽ സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സ് പ്ലസ് 1 ആണ്, ഇവിടെ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലാവും, 1ഉം പ്ലസ് 2, സോ 3 ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ രണ്ട് എക്സാമ്പിൾ നോക്കൂ. ഇവിടെ വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഇതേ ടൂൾ തന്നെയാണ് അല്ലേ, യു ബൈ വി മെത്തേഡാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു 3x പ്ലസ് 1, ഇവിടെ 3x ഡെറിവേറ്റീവ് 3 ആണ്, 1ൻ്റെ ഡെറിവേറ്റീവ് 0, ഇതിൻ്റെ ആവശ്യമില്ല, മൈനസ് 3x പ്ലസ് 1 ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, ഇവിടെ മൈനസ് എക്സ് ഡെറിവേറ്റീവ് ശ്രദ്ധിക്കണം, മൈനസ് എക്സ് ഡെറിവേറ്റീവ് -1 ആണ്, അപ്പോൾ അത് എഴുതണം, ബൈ 1 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ -3x, ഇവിടെ മൈനസ് പ്ലസ് 3x, അപ്പം -3x പ്ലസ് 3x ക്യാൻസലാവും, ബാക്കി ഉണ്ടാവുക ഇവിടെ 3യും ഇവിടെ +1ഉം, 3 + 1 4 ആവും, ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വൈ പ്രൈം ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, കോസ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് മൈനസ് ഫോർമുലയുള്ള മൈനസ് ആണിത്, മൈനസ് കോസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, അപ്പോൾ 1 ഡെറിവേറ്റീവ് 0, സൈൻ ഡെറിവേറ്റീവ് കോസ് എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സൈൻ സ്ക്വയർ ഉണ്ടാവും, ഇവിടെ കോസ് സ്ക്വയർ ഉണ്ടാവും അല്ലേ. നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ് അല്ലേ, അതൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുമോ. സോ 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ്, പിന്നെ സൈൻ ഇൻറ്റു സൈൻ മൈനസ് സൈൻ സ്ക്വയർ എക്സ്, ഇവിടെ മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ പ്ലസ് ആവും അല്ലേ. അപ്പോൾ ഇവിടെ ഈ റിസൾട്ട് യൂസ് ചെയ്യാം, 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ എക്സ് -1 റെഡി ബൈ 1 പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ മൈനസ് ഔട്ട് സൈഡ് എടുക്കാം, മൈനസ് ഔട്ട് സൈഡ് എങ്ങനെ എഴുതാം. അപ്പോൾ ഒരു 1 പ്ലസ് സൈൻ എക്സും ഒരു 1 പ്ലസ് സൈൻ എക്സും കട്ട് ചെയ്ത് പോകും,
ബാക്കി ഉണ്ടാവുക 1/1 പ്ലസ് സൈൻ എക്സ്. ഓക്കെ, മേലെ മൈനസ് ഉണ്ടാവും. ഇതാണ് ലാസ്റ്റ് എക്സാമ്പിൾ. ഇവിടെ y പ്രൈം ഈസ് ഈക്വൽ ടു, നോക്കൂ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ എഗെയിൻ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം അല്ലേ. ഇവിടെ ഒരു കോസ് എക്സ് മാത്രമേ ഇല്ലുള്ളത്, എക്സ് ഇൻറ്റു കോസ് എക്സാണ്. ഇവിടെ സ്റ്റെപ്പാക്കി എഴുതുകയാണെങ്കിൽ d/dx ഓഫ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇങ്ങനെ എഴുതാം. മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇറ്റ്സ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഒരു സ്റ്റെപ്പാക്കി എഴുതുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഈ പ്രോബ്ലത്തിൽ സ്റ്റെപ്പാക്കി എഴുതിയിൽ തെറ്റിപ്പോവും. കാരണം ഇവിടെ നേരിട്ട് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 1 പ്ലസ് സൈൻ എക്സ് എഴുതി പോകും, അല്ലെങ്കിൽ 1 പ്ലസ് മൈനസ് സൈൻ എക്സ് എഴുതി പോകും. പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. x+1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് സൈൻ എക്സ് മൈനസ് ആണ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സ് ഡെറിവേറ്റീവ് 1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇത്രയുണ്ട്, മൈനസ് കോമൺ മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, x+1 ഡെറിവേറ്റീവ് 1 തന്നെ ഉള്ളൂ, എക്സ് ഡെറിവേറ്റീവ് 1 ആണ്, ഹോൾ ഡിവൈഡ് ബൈ x+1 ഹോൾ സ്ക്വയർ. ഡെറിവേറ്റീവ് കഴിഞ്ഞു, ഇനി അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഇൻറ്റു 1 എന്നൊക്കെ ഒഴിവാക്കിയാൽ മതി, വേറൊന്നും ചെയ്യാനില്ല. ദാറ്റ്സ് ഓൾ, ഫിനിഷ്.